ഈ ഒരു മോഡലിൻ്റെ പേപ്പർ പാറ്റേൺ ആണ് ഇന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഷോൾഡർ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് താഴേക്ക് ആം ഹോൾ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് ചെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് വേണ്ടത്, ആ ലെങ്ത്ത് ഒരു 8.5 ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 1 ഇയർ ബേബിയുടെ മെഷർമെൻ്റ് ആണ്. പിന്നെ ഷേപ്പും ഒരു 5 ഇഞ്ചിൽ കൊടുത്തിട്ട് ചെസ്റ്റും വേസ്റ്റും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആം ഹോളിൻ്റെ മിഡ് എത്രയാണോ 4 ഇഞ്ചിലെടുത്തത്, അപ്പോൾ 2 ഇഞ്ച് അത് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ റൗണ്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനൊരു നോർമൽ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ചും 3 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ട് അതും ഒരു ബോക്സ് ആക്കിയിട്ട് വെച്ചു. ഇനി സ്വീറ്റ് ഹാർട്ട് നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു 0.5 അതായത് ഒരു 1/2 ഇഞ്ചൊക്കെ എടുത്തിട്ട് ആ ഒരു കേവ് കൂടെ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആംഹോളിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൊത്തം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആംഹോളിൻ്റെ അവിടെയും കട്ട് ചെയ്യുക. അതേപോലെ നെക്ക് സ്വീറ്റ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ലോപ്പും കൂടി ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ പാറ്റേൺ നമുക്ക് ഇതേപോലെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ പാറ്റേൺ കിട്ടും. ഇനി നമുക്ക് ഈ പാറ്റേൺ വേറൊരു പേപ്പറിലൊന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്താണോ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അതൊക്കെ അതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ആ 1/2 ഇഞ്ച് വിട്ടത് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ നെക്കിൻ്റെ ഭാഗം വരുന്ന കട്ടിങ്ങിൻ്റെ മാർക്കിംഗ് ആണ് കേട്ടോ വരുന്നത്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്ക് വിഡ്ത്ത് ആ 2-ൽ തന്നെ വെക്കുക. നെക്കിൻ്റെ താഴോട്ടുള്ള ഒരു ഇറക്കം ഒരു 1.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അതവിടെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി അതിൻ്റെ അവിടെ നിന്ന്, അതായത് ആ ബോക്സ് കൊടുത്ത ആ ഭാഗത്തു നിന്ന് താഴേക്ക് നമ്മൾ മുന്നേ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമുക്ക് ആ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പ് അതേപോലെ കൊടുത്തിട്ട് ഇനി ഈ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഡിസൈനിന് വേണ്ടിയിട്ട് 2 പേപ്പർ പാറ്റേൺ ആയിരിക്കും ഫ്രണ്ട് പീസിൽ ഉണ്ടാവുക. ഒന്ന് താഴോട്ടേക്കുള്ള ഭാഗവും ഒന്ന് ഈ യോക്കിൻ്റെ പോർഷനും. അപ്പോൾ അതൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് റൗണ്ട് നെക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് വരച്ച പോലെ കട്ട് ചെയ്തെടുക്കാം. അല്ല ഇനി കോളർ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ച് മാത്രം താഴേക്ക് ഇറക്കം കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോളർ വെക്കേണ്ട ആ അളവ് കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ 2 പാറ്റേണും വെച്ച് നോക്കാം. ഇതേപോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. താഴത്തെ ആ സ്വീറ്റ് ഹാർട്ടിൻ്റെ പാറ്റേൺ ഷോൾഡർ കട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ല അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പീസ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് റീലായിട്ട് അത് അപ്ലോഡ് ചെയ്യാം.